ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കൊഹനെ ഞായറാഴ്ചയാണ്. വാങ്ങിപ്പോയ എല്ലാ പുരോഹിതരെയും നന്ദിയോടെയും ആദരവോടെയും നാം ഓർക്കുന്ന ദിവസം. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോനിലൂടെ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വിശ്വസ്തനും വിജ്ഞനുമായ ദാസൻ ആരായിരിക്കാം? ദൈവിക വിളി ലഭിച്ച ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ഓരോരുത്തരോടുമുള്ളൊരു വലിയ ചോദ്യമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണോ? ജനങ്ങളുടെ കയ്യടി നേടുന്നവനാണോ? അധികാരവും സ്ഥാനവും ഉള്ളവനാണോ? ഒരിക്കലുമല്ല. തൻ്റെ യജമാനൻ വരാൻ വൈകുന്ന രാത്രികളിലും തനിക്ക് ലഭിച്ചതായ ഉത്തരവാദിത്തത്തെ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാരോ അവനാണ് വിശ്വസ്തനായ ശുശ്രൂഷകൻ. അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഈ വചനത്തിന് ജീവനും രക്തവും നൽകിയ ഒരാളുണ്ട്. അന്ത്യോക്യയിലെ വിശുദ്ധനായ മോർ സേവേറിയോസ്. അദ്ദേഹം പാത്രിയർക്കീസ് ആയിരുന്നു. പിന്നെ അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തൻ്റെ പേര്, സുരക്ഷ, അധികാരം എല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. എന്നാൽ ഒരു കാര്യം മാത്രം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ വലിയ വിളി, അതിനോടെന്നും അദ്ദേഹം വിശ്വസ്തത പുലർത്തി. തൻ്റെ പ്രവാസ ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പലപ്പോഴും വേഷം മാറി അദ്ദേഹം സഞ്ചരിച്ചു. ദുഷ്ടനായ ദാസനെ പോലെ എൻ്റെ യജമാനൻ വരാൻ വൈകിയേക്കാമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല. ഇനി എന്തിനാണ് പ്രാർത്ഥന? ഇനി ആരാണ് പ്രസംഗം കേൾക്കാൻ പോകുന്നത്? ഇനി ഈ പരിശ്രമത്തിനൊക്കെ എന്തർത്ഥമാണുള്ളത് എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. പകരം അദ്ദേഹം ഓരോ ദിവസവും എഴുന്നേറ്റു. നിശ്ചിത പ്രാർത്ഥനാ സമയങ്ങളിൽ പ്രാർത്ഥിച്ചു. ജനങ്ങൾ മുന്നിലില്ലായിരുന്നിട്ടും അദ്ദേഹം പ്രസംഗങ്ങൾ തയ്യാറാക്കി. സഭയുടെ വാതിലുകൾ അടഞ്ഞിരുന്നിട്ടും അദ്ദേഹം സഭയെ പോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വാക്കുകൾ മരണാനന്തരവും വായിക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ദൈവശാസ്ത്രത്തെ സൂക്ഷ്മതയോടെ തിരുത്തി തൻ്റെ എഴുത്തുകളിലൂടെ പഠിപ്പിച്ചു. സന്യാസികളെ കഠിനതയില്ലാതെ പക്ഷേ ഉറച്ച ശാസനയോടെ അദ്ദേഹം നയിച്ചു. നിങ്ങളുടെ പദവി നഷ്ടപ്പെട്ടു, പിന്നെ എന്തിനാണ് ഇത്ര അധ്വാനമെന്ന് നാം അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിന് അദ്ദേഹം മറുപടി പറയും, രാത്രി എത്ര ദീർഘമാണെങ്കിലും ഇടയൻ കാവൽ നിർത്തുന്നില്ല. പ്രിയരെ, ഇതാണ് വിശ്വസ്തനും വിജ്ഞനുമായ ദാസന്റെ ലക്ഷണം. വിശ്വസ്തയോടുകൂടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമുള്ളതല്ല. പ്രതിഫലം ഉറപ്പുള്ളപ്പോൾ മാത്രം കാണിക്കേണ്ടതല്ല. ഫലം കാണാത്തപ്പോഴും അംഗീകാരമില്ലാത്തപ്പോഴും നീതി വൈകുമ്പോഴും വിളിയിൽ ഉറച്ചു നിൽക്കുന്നവനാണ് വിശ്വസ്തനും വിജ്ഞനുമായ ദാസൻ. വിശുദ്ധനായ സേവേറിയോസ് പാത്രിയർക്കീസിന്റെ മരണസമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം വിജയമായിട്ട് തോന്നിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം തലമുറകളെ രൂപപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ സഭയുടെ നിത്യ പ്രാർത്ഥനയായി. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധരുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫലം കാണുന്നില്ല എന്ന് പറഞ്ഞ് നാം കാവൽ ഉപേക്ഷിച്ചവരാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നാം ക്ഷീണിച്ച് എല്ലാം അവസാനിപ്പിച്ചവരാണ്. കാലം മോശമാണെന്ന് പറഞ്ഞ് നാം വിളി ഉപേക്ഷിച്ചവരാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നീ വിജയിച്ചോ എന്ന് അല്ല, മറിച്ച് നീ വിശ്വസ്തനായിരുന്നു എന്ന് മാത്രമാണ്. പ്രിയരെ, സിംഹാസനമില്ലാതിരുന്നാലും വിളിയിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യജമാനൻ വൈകുന്ന രാത്രികളിലും കാവൽ നിൽക്കുന്ന വിശ്വസ്ത ശുശ്രൂഷകരാകാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ. സ്വന്തം ആഗ്രഹങ്ങൾ മൗനത്തിലാക്കി സ്വന്തം ഭാവി ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ച് ജനങ്ങളുടെ വേദന സ്വന്തം പ്രാർത്ഥനയാക്കി മാറ്റിയ ഓരോ ത്യാഗ ജീവിതങ്ങളുടെ മാതൃകയാണ് ഓരോ പുരോഹിതന്മാരും എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നാം വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ പുരോഹിതരോടും നമുക്ക് ക്ഷമ ചോദിക്കാം. അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായ എല്ലാ വീഴ്ചകൾക്കും അവർ പാപമോചനം പ്രാപിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ മോർ യാക്കോബിന്റെ ബോവൂസായിൽ പാടിയതുപോലെ,
മാത്രയിൽ മായുന്ന മായയിൽ ആനന്ദിക്കാതെ നിന്റെ സ്നേഹത്താൽ പീഡകളേറ്റവർക്ക് ദൈവമേ നീ നന്മകളേകണമേ. താരുണ്യത്തിൻ്റെ മകുടം ഉപേക്ഷിച്ച് നിന്റെ നാമത്തിൽ താനെ സ്വന്തം ഇഷ്ടത്തോടെ ക്രൂശിൽ ഇമ്പം കൊണ്ട പുരോഹിതരെ അന്തിനായ ഗതിയിൽ മുഖക്ഷോഭയോടെ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ നീ യോഗ്യരാക്കണമേ. ആമീൻ.